നമസ്കാരം. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഹങ്കാരത്തോടെയും അഭിമാനത്തോടെയും പറഞ്ഞിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കേളികേട്ട കേരള സമൂഹത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നടന്ന ഒരു ക്രൂരവും അതിനീചവുമായ ഒരു ആക്രമണം 2010 ജൂലൈ 4-ന് കേരളം ഉണർന്നത് അത്തരമൊരു ചോരക്കൊതിയുടെയും തീവ്രവാദത്തിന്റെയും വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ഇടുക്കിയിലെ ന്യൂമാൻ കോളേജ് മലയാളം പ്രൊഫസർ TJ ജോസഫ് എന്ന ജോസഫ് മാഷിനെ ഒരു കൂട്ടം തീവ്രവാദികൾ നാട്ടുറോട്ടിലിട്ട് തലങ്ങും വിലങ്ങും വെട്ടി പരിക്കേൽപ്പിക്കുകയും വലത് കൈപ്പത്തി വെട്ടി മാറ്റുകയും ചെയ്ത സംഭവം അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. 15 വർഷങ്ങൾക്കിപ്പുറം മുഖ്യപ്രതിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവുമായി NIA രംഗപ്രവേശനം ചെയ്യുമ്പോൾ സമാധാനം ആഗ്രഹിക്കുന്ന കേരള ജനത എത്രത്തോളം പ്രതീക്ഷയോടെയാണ് തുടരന്വേഷണത്തെ കാണുന്നത്? ഈ വിഷയമാണ് ഇന്നത്തെ 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദും ഒപ്പം സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റും ചേരുന്നു. ശ്രീ ഷാബു പ്രസാദ്, ജോസഫ് മാഷിൻ്റെതടക്കം നമുക്കിപ്പോൾ ഈ അടുത്ത് കാണുന്ന പല പ്രശ്നങ്ങളും കൂട്ടി വായിക്കുകയാണെങ്കിൽ തീവ്രവാദത്തിന് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വളരാൻ സാധിക്കുന്ന ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് കേരളത്തെ കാണാൻ സാധിക്കുമോ? ഈ തൊട്ടടുത്ത ഇപ്പൊ ഈ ഒരു 10-15 വർഷത്തിലുള്ള കാലത്ത് നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വായിച്ചാൽ ഏറ്റവും നല്ല സാഹചര്യമാണ് തീവ്രവാദം വളരാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇപ്പം തീർച്ചയായിട്ടും കുറച്ച് നാള് മുമ്പ് എനിക്ക് 2015-16 ആണെന്ന് തോന്നുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ പറഞ്ഞത്, ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്, കേരളം തീവ്രവാദത്തിന്റെ നഴ്സറിയാണ് എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് തെറ്റി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അന്ന് ഞാനത് പറഞ്ഞിരുന്നു. കേരളം തീവ്രവാദത്തിന്റെ നഴ്സറി അല്ല, പകരം യൂണിവേഴ്സിറ്റിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം നമ്മെ ഭയപ്പെടുത്തുന്നതാണത്, ആശങ്കപ്പെടുത്തുന്നതാണ്. നോക്കൂ, ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം ISI റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നാണ് ISI റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നും കോട്ടയം ഭാഗത്ത്, മറ്റേ ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നൊക്കെ വളരെ ഇന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ അത് ചർച്ച ചെയ്യാൻ എടുത്തിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു 16 വയസ്സുള്ള ഒരു പയ്യനെ അമ്മയും രണ്ടാനച്ഛനും ചേർന്ന് ISIയിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് നിർബന്ധിച്ച സംഭവം, അതും ഇപ്പൊ NIAയുടെ നിരീക്ഷണത്തിലാണ്, അന്വേഷണത്തിലാണ് സംഭവം. അങ്ങനെ ഈ കേരളത്തില് ഇഷ്ടം പോലെ കേസുകളുണ്ട്, ഒരുപാട് കേസ്, നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ കേസുകളുണ്ട്. അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല, പക്ഷെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിനാരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്, തീർച്ചയായും. ഇപ്പൊ നമ്മളിപ്പോ ജോസഫ് മാഷിനെ പറ്റി വളരെ വലിയ വായിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്, വിലപിക്കുന്നൊക്കെയുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു ജോസഫ് മാഷ് ഉണ്ടാകാൻ പ്രയാസമാണ്. പക്ഷെ അന്നത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അവർ ഇങ്ങനെ ഇത്ര ക്രൂരമായിട്ട് ഒരു അധ്യാപകനെ നടുറോട്ടിലിട്ട് വെട്ടി നുറുക്കിയാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നതിൽ, ഇങ്ങനെ ഈ ഒരു ചാനലിൽ നിന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ബഹുമാനപ്പെട്ട ഫാദർ ഇവിടെയുണ്ട്. ഇവിടെ നമ്മുടെ സഭ എങ്ങനെയാണ് അദ്ദേഹത്തോട് പെരുമാറിയത്? ആ കോളേജ് മാനേജ്മെന്റ് എത്ര ക്രൂരമായിട്ടാണ് ജോസഫ് മാഷിനോട് പെരുമാറിയത്? അവരൊപ്പം നിന്നിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ ധാർമ്മികമായും നിയമപരമായും ബാധ്യതയുള്ള ന്യൂമാൻസ് കോളേജിന്റെ മാനേജ്മെന്റും കേരളത്തിലെ ക്രിസ്ത്യൻ സഭയും കത്തോലിക്ക സഭയും മാഷിനോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ മാഷിന് അങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പലതും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ജോസഫ് മാഷിന്റെ പുസ്തകത്തിൽ. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു കൃത്യത്തിന് ഇവർ 100 വട്ടം ആലോചിക്കും, ചെയ്യില്ല. കാര്യം നമുക്കറിയാം, നമ്മുടെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഈ പറഞ്ഞ പോലെ മതവിമർശനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് ഇസ്ലാം മതവും അതിൻ്റെ അകത്തെ പല കാര്യങ്ങളും തന്നെ, അത് ട്രോളായിട്ടും സീരിയസ് ആയിട്ടും അല്ലാതെയും ഒക്കെ.
അങ്ങനെ ഒരു വിമർശനത്തിന് ഒരിക്കലും ആ കാലഘട്ടത്തിൽ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ഇവിടെ അതുകൊണ്ടാണ് ആ മാറ്റം ഈ രാജ്യത്തുടനീളം ഉണ്ടായിട്ടുണ്ട്. ഇതത്ര എളുപ്പമുള്ള പണിയല്ല, ഞങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ കാര്യം പോക്കാണ് എന്ന ഒരു ബോധം പൊതുവെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നാട്ടില് ജോസഫ് മാഷന്മാരുണ്ടാകാത്തതും ചേകന്നൂർ മൗലവിമാരുണ്ടാകാത്തതും. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, ഇപ്പം നമ്മൾ സംഭവം പറഞ്ഞ ശരിയാണ്, അന്നത്തെ കാലത്തേനേക്കാളും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഈ തൊട്ടടുത്ത ദിവസം, 2-3 ദിവസം മുൻപും കൂടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ സമയത്ത് സർക്കാരിന്റെ ഒരു പരിപാടി പൊതു റോഡിൽ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കം ഉണ്ടായിരുന്നു. അതും ഇതുപോലുള്ള ചില സംഘടനകളാണ് അതിന്റെ പിന്നിലെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇപ്പോഴും സാഹചര്യം വലിയ മാറ്റമില്ല എന്നല്ലേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, സാഹചര്യം, അതായത് അത് പ്രകടമാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാര്യം പ്രകടമാക്കിയാൽ പ്രശ്നമാണ്, അത് കളിയല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് അത് പ്രകടമാവുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. രോഗം ഉള്ളിൽ വളരെ ശക്തമായിട്ട് തന്നെയുണ്ട്, അതിലൊരു സംശയമില്ല. അത് പല പ്രതികരണങ്ങളിൽ കൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും വാചകങ്ങളുടെയും വാക്കുകൾക്കിടയിലൂടെയും നമുക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിൽ വരാറുണ്ട്, കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം ഇവിടെ ഇസ്രായേൽ പാലസ്തീൻ ഗാസ യുദ്ധം നടക്കുന്നു. സത്യത്തില് ഇവിടെ കോഴിക്കോട്ട് നടന്ന റാലിയിലായിരുന്നു തോന്നുന്നു, അവിടുത്തെ ഒരു ഹമാസ് നേതാവ് ഓൺലൈനിൽ വന്ന് വലിയ സ്ക്രീനിൽ ആ ഒരു ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഈ ലോകത്തെവിടെയെങ്കിലും ഹമാസിന്റെ നേതാവ് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ്. വേറെ ഒരിടത്തും ഇത്രയും വലിയൊരു ഗാദറിങ്ങിനെ ഹമാസ് അഭിസംബോധന ചെയ്തിട്ടില്ല. ഇന്ന് ഈ ഹമാസിനോ അല്ലെങ്കിൽ പാലസ്തീനുള്ള അവർക്കോ ഈ കേരളം എന്നൊരു നാടുണ്ടെന്നും ഇവിടെ ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബഹളം വെച്ച് നടക്കാൻ കുറെ ആൾക്കാരുണ്ടെന്നും അവർക്കറിയില്ല കേട്ടോ. അവർക്കൊന്നും അധികം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ അതിന്റെ സൂചന എന്താണ്? ഈ രാജ്യത്ത് എവിടെയെങ്കിലും, ഈ ലോകത്ത് എവിടെയെല്ലാം യുദ്ധം നടക്കുന്നു, എവിടെയെല്ലാം യുദ്ധം നടക്കുന്നു, വളരെ മനുഷ്യരഹിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് പലയിടത്തും നടക്കുന്നു. പക്ഷെ ഹമാസ് മാത്രം കേരളത്തിൽ ഇവിടെ ചർച്ചാ വിഷയമാകുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി കേരളത്തിൽ നടക്കുന്ന വേറൊരു കലാപരിപാടിയുണ്ട്. അതായത് ഈ ഗാസയിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് പറഞ്ഞ് ഒരു ഷോ നടക്കുന്നുണ്ട് കേരളത്തിൽ, ഒരു റിയാലിറ്റി ഷോ. ലോകത്തൊരിടത്തുമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലേ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നവര് ഈ സുഡാനിലെയും ഉക്രൈനിലെയും ഒക്കെ മരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പേരില്ലേ എന്ന ചോദ്യത്തിനോട് അവർ പ്രതികരിക്കാറില്ല. അതുപോലെ തന്നെ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല സുഹൃത്തെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, 1921 ഇവിടെ മലബാർ കലാപം നടന്നു, വലിയ കലാപം, രാജ്യം കണ്ട ഏറ്റവും വലിയ കലാപങ്ങളിൽ ഒന്ന്. എന്തിനു വേണ്ടിയായിരുന്നു ആ കലാപം? തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കി. അതിന് വില കൊടുക്കേണ്ടി വന്നത് കേരളത്തിലെ ഈ ഒരു പ്രദേശത്തെ ഹിന്ദുക്കളാണ്. അതിന് വില കൊടുക്കേണ്ടി വന്നത്. ലോകത്തെവിടെയെങ്കിലും ഒരു കലാപം നടന്നിട്ടുണ്ടോ? അതുപോലെ ഒരെണ്ണം ലോകത്തെവിടെയെങ്കിലും തുർക്കിയിലെ ഖലീഫയ്ക്ക് അന്ന് ഖിലാഫത്തിന്റെ ഭാഗമായിട്ട്, ഖിലാഫത്ത് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പ് ഉണ്ടായത് ഇന്ത്യയിൽ മാത്രമാണ്. അവിടെ തന്നെ അതിന്റെ പേരിൽ നടന്ന ഒരു വലിയ കലാപം ഈ കേരളത്തിൽ മാത്രവുമാണ്. അപ്പം കേരളത്തിന് ആ ഒരു തീവ്രവാദത്തിന്റെ ദൃഷ്ടി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ചരിത്രമുണ്ട്. 100 വർഷത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രം കേരളത്തിലുണ്ട്. അതിൻ്റെയൊക്കെ ആ ഒരു പിന്തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന്റെ പ്രകടമാക്കൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ സംഗതി ഉള്ളിലുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെ. തീർച്ചയായിട്ടും. ഫാദർ റോബിൻ പടിഞ്ഞാറക്കട്ടെ, നമുക്ക് മനസ്സിലാവും, അതായത് ഈ സംഘടനകൾ നിരോധിച്ചു എന്നോർത്തുണ്ട്. നമുക്ക് ബുദ്ധിയുള്ള ആരും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സംഘടന നിരോധിച്ചു, പക്ഷെ ആ സംഘടനയിൽ അംഗത്വം ഉണ്ടായിരുന്നവരും പ്രവർത്തിച്ചിരുന്നവരും അതേ മാനസികാവസ്ഥയുള്ളവരും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നോർത്ത് ആ ഒരു സംഘടനയുടെ പേര് മാത്രമേ മാറുന്നുള്ളൂ. ആ സംഘടനയും അല്ലെങ്കിൽ ആ സംഘടനയിൽ ഉണ്ടായിരുന്ന ആൾക്കാരും അതേ തീവ്രവാദ മനോഭാവവും എല്ലാം സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ അത് ശരിക്കും സമൂഹത്തിന് ഒരു ഭീഷണിയല്ലേ? അതായത് ഇപ്പൊ ഈ PFI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന പോലും നിരോധിച്ചുവെങ്കിലും അവരിപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അതായത് PFI എന്ന് പറയുന്ന സംഘടന നിരോധിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അതിന്റെ ആളുകൾ പുതിയ ലേബലിലേക്ക് മാറി എന്ന് മാത്രമേ ഉള്ളൂ. പഴയ വീഞ്ഞ് പുതിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ PFI എന്ന് പറയുന്ന ആ സംവിധാനം നിരോധിക്കപ്പെട്ടെങ്കിലും അതിന്റെ പ്രവർത്തകര് ഇതര സംഘടനകൾ, ഇതര തീവ്രവാദ മനോഭാവമുള്ള സംഘടനകളിലേക്കും ഇതര രാഷ്ട്രീയ പാർട്ടികളിലേക്കും മാറി എന്നുള്ളതാണ്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്പം കൂടി ഇത് സംഭവം ഡേഞ്ചർ ആക്കുകയാണ് ചെയ്തത്. കാരണം ഈ PFI ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം ഈ ഒരൊറ്റ കുടക്കീഴിലുണ്ടായിരുന്നു. ഇപ്പൊ ഇതെല്ലാ മേഖലയിലേക്കും ബാധിച്ച് ചെതറിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ ആരോഗ്യത്തെ ഇത് ഗൗരവമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ മാനേജ് ചെയ്യാം, അതെങ്ങനെ ഇത് മാനേജ് ചെയ്യാമെന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള മോണിറ്റൈസേഷൻ കൊണ്ട് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. കാരണം ഇത്തരം സംവിധാനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾ എവിടെയാണ് ഉണ്ടായിരുന്നത്, അവരിപ്പോ എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, പുതിയ ആളുകൾ ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടോ, ഇങ്ങനെ എന്ന രീതിയിൽ സർക്കാരിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവുകയും ആ രീതിയിൽ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റ കളക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഇതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു റൂട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. ഇപ്പോ ഈ PFIയുടെ നിരോധനം വഴി ഇത് ഗ്രാമപ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പൊ തീവ്രവാദത്തെ സംബന്ധിച്ച് നമ്മൾ ഈ ആളുകളിലൊക്കെ നമ്മൾ തന്നെ പല പ്രാവശ്യം ഈ വേദികളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിന്റെ കൂടുതൽ ഇത് ടൗൺ പ്രദേശങ്ങളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലേക്ക് തീവ്രവാദത്തിന്റെ കണ്ണികൾ വ്യാപിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ എറണാകുളത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക ഇടങ്ങളിൽ നിന്ന് തനി ഗ്രാമങ്ങളിലേക്ക് സംഭവം മാറുകയും ഈ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് തീവ്രവാദ മൂവ്മെന്റുകളും അവരുടെ പരിശീലനങ്ങളും ഒക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ ഗ്രാമങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആളുകൾ സാധാരണഗതിയിൽ വളരെ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്ന ഇടങ്ങളിൽ അധികം ആരുടെയും സ്വകാര്യതകളിലേക്ക് ഇടപെടാൻ വേണ്ടി ആളുകൾ ചെല്ലാറില്ല. അതുകൊണ്ടൊക്കെ ആളുകൾ എവിടെ നിന്നാണ് ആളുകൾ വരുന്നത്, അവർ എന്തിനു വരുന്നതാണ്, അവരെവിടെ താമസിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ഇടപെടാനായിട്ട് പോകാറില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഈ നമ്മുടെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങൾ വ്യാപകമാകുന്നു എന്നുള്ളത് ഒരു ആരോപണമായിട്ട് തന്നെ നമുക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കുറെ കൂടെ ആക്റ്റീവ് ആവുകയും ആ രീതിയിൽ നടപടികളിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ ഇത് കാരണമാകുന്നുള്ളൂ. ഒപ്പം തന്നെ ഇതിന്റെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതിന് പര്യാപ്തമാണോ എന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഗൗരവമായിട്ട് ആലോചിക്കണം. കാരണം പുതിയ പുതിയ തലങ്ങളിലേക്ക് ഇതിന്റെ ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് കയറി വരുവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിലവിലുള്ള നിയമങ്ങൾ വഴി ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ, നിരോധിക്കാൻ ഒക്കെ ആയിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കോടതി വരുമ്പോൾ ഇത് നിസ്സാരമായിട്ട് ഊരി പോകുന്ന ചില വകുപ്പുകൾ മാത്രമായിട്ട് ഇത് മാറുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കുകയും അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പൊ അത്തരം ചില പുതിയ ദിശാബോധങ്ങളിലേക്കാണ് ഇന്ന് ആളുകൾ നമ്മളെ നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഈ ശ്രീ ഷാഹു പ്രസാദ് പറഞ്ഞതുപോലെ ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അതായത് വരാൻ പോകുന്ന വലിയ പദ്ധതികളുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടിയുള്ള ഒരു പ്രതികരണമായിട്ട് നമുക്ക് അതിനെ എടുക്കാൻ കഴിയുമോ അന്ന് സംഭവിച്ച ഒരു കാര്യത്തെ? ടെസ്റ്റ് ഡോസ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് കാണുക. ടെസ്റ്റ് ഡോസ് ആയിട്ട് പരിഗണിക്കപ്പെടാം. അപ്പൊ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ കുറെ കൂടി വ്യാപിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ആ ഒരു നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ആ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്ന് മാറി പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് ആ രീതിയിൽ ഇതിന്റെ കൂടുതൽ ദിശാബോധങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ട, പുതിയ തലങ്ങളിലേക്ക് അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പറയാൻ ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ NIA മുഖ്യപ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെ കുറിച്ച് അന്വേഷിക്കാൻ പോകുന്ന എന്നൊരു വാർത്തയാണല്ലോ ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയതായിട്ട് ഇപ്പൊ പുറത്തു വരുന്നത്. ഈ നീക്കത്തെ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഒരു 10-13 വർഷത്തിന് ഇപ്പുറമാണ് ഈ പ്രതി പിടിയിലാകുന്നതും
അതുമായിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുന്നതൊക്കെ. അപ്പൊ ഈ 13 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവല്ലേ? അത്രയും നാളത്തെ സമയം കൊണ്ട് തന്നെ ഇതില് നടക്കേണ്ടതൊക്കെ നടന്നിട്ടുണ്ടാവില്ലേ? അതായത് ഒളിവിൽ പോകേണ്ടവരൊക്കെ പോയിട്ടുണ്ടാകാം, രക്ഷപ്പെടേണ്ടവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, നശിപ്പിക്കേണ്ട തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇനി വരുന്ന ഒരു അന്വേഷണത്തെ കാണാൻ സാധിക്കുക? ആരൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് കുടുങ്ങുവാൻ സാധ്യത? അല്ല, ഇത് ഈ NIA അന്വേഷണം ഇപ്പൊ പെട്ടെന്ന് വന്നതിന്റെ കാര്യം, ഈ 15 വർഷം ഈ പ്രതി ഒളിവിലായിരുന്നു. ഈ പ്രതി ഒളിവിലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നാട്ടിൽ തന്നെ ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ ഒളിവിൽ താമസിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു, അത് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ. പ്രതിയെ പിടിക്കപ്പെട്ടു എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ പ്രതി ഇത്രയും കാലം സുരക്ഷിതനായി ഒളിവിലിരിക്കാവുന്ന ഒരിടമായി കേരളം മാറി. ആ സാഹചര്യങ്ങളിലേക്ക് കൂടിയാണ് ഈ NIA ഈ അന്വേഷണം നീളാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇപ്പം അതിൻ്റെ അകത്ത് പലരും ഇതിൻ്റെ അകത്ത് ഈ പ്രതി ഇതിലെ താങ്കൾ ഈ പറഞ്ഞതുപോലെ പലരും രക്ഷപ്പെട്ടിട്ടുണ്ടാകാം, പിടിക്കപ്പെടേണ്ടവർ പലരും രക്ഷപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും ആ അവസ്ഥയിലേക്ക് വന്ന സാഹചര്യത്തെ പറ്റി നമ്മൾ അന്വേഷിക്കേണ്ടതാണല്ലോ. അത് ഏത് റൂട്ടിൽ കൂടെ എങ്ങനെ വന്നു, ഏതൊക്കെ രീതിയിലാണ് അത് വളർന്ന് പന്തലിച്ചത് എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ ഇനി അതിൻ്റെ ഒരു ഫർദർ ഗ്രോത്ത് തടയുന്നതിനെ പറ്റി ആലോചിക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം ഇരിക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ട് NIA തന്നെ ഇത് നേരിട്ട് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NIA, കേന്ദ്ര സർക്കാർ ഇതിനെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരു പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചു എന്നുള്ളത് ഒരു ഈ പറഞ്ഞ പോലെ അത്ര ഇതായിട്ടുള്ള ഈ അത്രയും ഗ്രാവിറ്റിയുള്ള ദേശീയ തലത്തിൽ ഗ്രാവിറ്റിയുള്ള ഒരു കുറ്റമൊന്നുമല്ല. പക്ഷേ ഈ കേസിലെ പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. ഇപ്പൊ നമുക്കറിയാമല്ലോ, പണ്ട് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, മറ്റേ തടിയന്റെ അവിടെ നസീർ പ്രതിയായിട്ടുള്ള ബസ് കത്തിക്കൽ കേസ് എത്ര കാലം പ്രമാദമായിട്ട് നിന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണോ ഈ പൊതുമുതലുകൾ നശിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ സമരങ്ങളുടെ ഭാഗമായി ബസ്സുകൾ കത്തിക്കപ്പെടുന്നതും ഒക്കെ? എന്താണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം? കാര്യം ഇതിനെയൊക്കെ ചോദിക്കുന്നല്ലോ, ഒരു ബസ് കത്തിക്കലല്ലേ, ബസ് കത്തിച്ചു, ഇത് എത്ര ബസ്സുകൾ കത്തിച്ചു? പക്ഷെ അല്ല, ആ ബസ് കത്തിക്കൽ ആ സംഭവത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. അത് വെറും ഒരു ബസ് കത്തിക്കലല്ല, അത് ഒരു വലിയ തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. അതുകൊണ്ട് അത് നമുക്ക് ശരീരത്തിൽ വരുന്ന എല്ലാ പനിയും വെറും പനിയല്ല എന്ന് പറയില്ലേ. ജലദോഷം കാരണം പനി വരും, ക്യാൻസർ കാരണവും പനി വരും, രണ്ടും പനി തന്നെയാണ്. പക്ഷെ ഈ രണ്ട് പനിയെയും രണ്ട് രീതിയിൽ സമീപിച്ചാലേ ജലദോഷപ്പനി സമീപിക്കുന്ന പോലെ വെറുതെ പാരസെറ്റമോളും കഴിച്ച് ചുമ്മാ ഇരുന്നാൽ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ഓരോ കേസിന്റെയും സവിശേഷത മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം അതിന്റെ നടപടികൾ എടുക്കാൻ. ഇപ്പൊ NIA ഈ കേസിനെ എടുത്തിരിക്കുന്നത് ഇത്ര പ്രമാദമായ ഒരു കേസിലെ പ്രതിയെ സുരക്ഷിതമായി ഒളിവിൽ താമസിപ്പിക്കാൻ മാത്രം കേരളം ഒരു വലിയ തീവ്രവാദ ഹബ്ബായി മാറിയെങ്കിൽ അതെങ്ങനെ, അതിന്റെ കാരണക്കാരൊക്കെയാണ്, അതിന്റെ വേരുകളിലേക്കായിരിക്കും ആ അന്വേഷണം പോവുക. അത് നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ, അതൊക്കെ ഒരു വലിയ പ്രതീക്ഷയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. അത് നമുക്ക് ഒരു ആശ്വാസവും ഈ നാട്ടിലെ സമാധാന പ്രേമികൾക്ക് വലിയ ഒരു ആശ്വാസവും പ്രതീക്ഷയുമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഫാദർ റോബിൻ പടിഞ്ഞാറക്കുറ്റ, അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കറിയാം, നമ്മുടെ നാട്ടിന്റെ വലിയൊരു പ്രത്യേകതയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, ആരെ വേണമെങ്കിലും വിമർശിക്കാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം. അപ്പൊ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കേളികേട്ട ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തില് ചിലർ ആഗ്രഹിക്കുന്ന അഭിപ്രായങ്ങൾ മാത്രമേ പറയാവൂ എന്നൊരു അവസ്ഥയിലേക്കാണോ കേരളത്തിന്റെ പോക്ക്? കേരളത്തിലെ ഈ ഒരു തീവ്രവാദത്തെ ശരിക്കും പിടിച്ചു കെട്ടാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ? തീവ്രവാദത്തെ പിടിച്ചെട്ടാനൊക്കെ ആയിട്ട് പറ്റും. പക്ഷെ അതിനായിട്ട് സർക്കാർ സംവിധാനങ്ങൾ കുറെ കൂടി ഉണരുകയും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യകതയിലേക്ക് എത്തപ്പെടുകയാണ്. അതായത് മാധ്യമങ്ങൾ പോലും ഇന്ന വാർത്തകൾ മാത്രമേ പറയാവൂ, ഇങ്ങനെയേ പറയാവൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് മാറി നാടിന്റെ നന്മ അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് ഒരു വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ വളരെ എളുപ്പമാവും. അപ്പൊ അത് കഴിയാത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ പോവുള്ളൂ.
അതുപോലെ തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തീവ്രവാദം എന്ന് പറയുന്നത് അവസാനിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്നുള്ള ഒരു ബോധം ഉണ്ടെങ്കിൽ ആ രീതിയിൽ സമൂഹത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിയും. കാരണം നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങള് സമൂഹ മനസാക്ഷിയെ നിർമ്മിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന സംവിധാനങ്ങളാണ്. അപ്പൊ ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ സർക്കാരിന്റെ നിലപാടുകളും ഒക്കെ ആ രീതിയിലേക്ക് ഒരു ഡെവലപ്മെന്റിലേക്കൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വളരെ എളുപ്പമാകും. ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എനിക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടുക, അതൊരു ഒരർത്ഥത്തില് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. അത് കൊല്ലപ്പെടുന്നത് ആരായാലും അതെല്ലാം വേദനാജനകമാണ്. പക്ഷെ ചില ഇടങ്ങളിലെ മാത്രം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു, ചില സ്ഥലങ്ങളെ കുറിച്ച് മാത്രമുള്ള ചർച്ചകൾ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വരുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ഒരുക്കി വെക്കുന്ന ഒരു കെണിയാണ്, അതായത് മനുഷ്യനെ ബൗദ്ധികമായിട്ട് പോലും തകർത്ത് കളയുന്ന തരത്തിലുള്ള ഒരു കെണിയായിട്ട് ഇതിനെയൊക്കെ മാറ്റപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒക്കെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു ആർജവത്വം കാണിച്ചാൽ ഈ തീവ്രവാദത്തെയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതിന്റെ തന്നെയല്ല നമ്മുടെ എഡ്യൂക്കേഷൻ ഭാഗമായിട്ട് പോലും ഈ തീവ്രവാദ വിരുദ്ധ നിലപാടുകൾ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. നമ്മുടെ കുഞ്ഞുകാലം മുതൽ തന്നെ ലഹരിക്കെതിരെയുള്ള പ്രതിരോധങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടത്തപ്പെടുന്നില്ലേ? അതൊരു പരിധിവരെ ഇപ്പൊ വിജയിച്ചതായിട്ട് നമുക്ക് പറയാം. അതുപോലെ തന്നെ എയ്ഡ്സ് ബോധവൽക്കരണം കുഞ്ഞുനാളുകളിൽ മുതൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളിൽ നിന്ന് ആരംഭിച്ച് അത് വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു നിലവാരത്തിലേക്ക് എത്തി ഇതിനൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ലേ? എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ വളരെ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ ഈ തീവ്രവാദം പോലുള്ള തിന്മകൾക്കെതിരെയുള്ള ബോധവൽക്കരണവും പഠനവും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് മാറണം. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ തീവ്രവാദത്തിന്റെ ഇരകളെ കുറിച്ചുകൂടെ നമ്മുടെ ക്ലാസ് മുറികളിൽ പഠിക്കപ്പെടട്ടെ. സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ സമരങ്ങളെ കുറിച്ച് അവരുടെ പീഡനങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും തകർന്നു പോയിരിക്കുന്ന അല്ലെങ്കിൽ പലയിടങ്ങളിലും പിച്ചിച്ചിന്തപ്പെട്ടു പോയിരിക്കുന്ന തീവ്രവാദത്തിന്റെ ഇരകളായ മനുഷ്യരെ കുറിച്ചുകൂടെ പഠിക്കട്ടെ. അങ്ങനെ വരുമ്പം ഇതൊരു വലിയ സമൂഹ വിപത്താണെന്ന്, ഇവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരു കാര്യമാണെന്ന് ഒരു ബോധത്തിലേക്ക് നമ്മുടെ സമൂഹം വരും. അതായത് മനസാക്ഷി രൂപീകരണത്തിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. അതിന് എഡ്യൂക്കേഷൻ പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ സമൂഹത്തിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിരിക്കുന്ന ആളുകൾ പ്രധാനപ്പെട്ടതാണ്, സാംസ്കാരിക നായകന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകളുടെ നിലപാടുകൾ പ്രധാനപ്പെട്ടതാണ്, നമ്മളുടെ ടിവിയും ഇന്റർനെറ്റും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട്. ഇപ്പം സർക്കാർ പലതിനെതിരെയും പരസ്യം കൊടുക്കാറുണ്ട്, പല വിപത്തുകൾക്കെതിരെയും പരസ്യം കൊടുക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം സൈബർ ക്രൈമുകൾക്കെതിരെ കാര്യമായിട്ട് തന്നെ പരസ്യങ്ങൾ വരുന്നുണ്ട്. നാളുകളിൽ തീവ്രവാദത്തിനെതിരെയുള്ള പരസ്യങ്ങൾ വരട്ടെ. അങ്ങനെ വന്നു കഴിയുമ്പോൾ പൊതു മനസാക്ഷിയെ തീവ്രവാദത്തിന് വിരുദ്ധമായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ നമുക്കിതിനെ അതിജീവിക്കാനായിട്ട് കഴിയും, തോൽപ്പിക്കാനായിട്ട് കഴിയും, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ആദരിക്കാനായിട്ട് നമുക്ക് കഴിയും. തീർച്ചയായിട്ടും ഇതിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പം ശരിക്കും ഈ പ്രശ്നങ്ങൾ ജോസഫ് മാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് നമുക്കറിയാം. ഒരു ചോദ്യപേപ്പർ, ഒരു പരീക്ഷയ്ക്ക് തയ്യാറാക്കിയ ഒരു ചോദ്യപേപ്പറിൽ ഒരു ചോദ്യത്തിൽ നിന്നുമാണ് തുടങ്ങുന്നത്. അതൊരു മതനിന്ദ കുറ്റമായിട്ടാണ് ഉയർത്തിക്കൊണ്ട് വന്നതും അതിനെതിരെ മതനിയമപ്രകാരമുള്ള ഒരു ശിക്ഷ എന്നോണമാണ് അദ്ദേഹത്തിന്റെ കൈവെട്ടിയതും ഒക്കെ ആയിട്ട്. അതുമാണ് ഇപ്പൊ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പൊ ഈ മതനിന്ദ എന്ന് പറയുന്നത് അത് ചിലർക്ക് മാത്രമായിട്ടുള്ളതാണോ? ഫാദർ അഡ്വക്കേറ്റും കൂടെ ആണല്ലോ, അപ്പൊ നിയമവശങ്ങൾ കൂടി പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തീർച്ചയായിട്ടും. അതായത് നമ്മുടെ രാജ്യത്ത് നമുക്ക് നിലപാടുകൾ പറയാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അവകാശമുണ്ട്. ഏതൊരു വ്യക്തിക്കും അവരുടെ നിലപാടുകൾ തീർച്ചയായിട്ടും പറയാനായിട്ടും അവരുടെ നിലപാടുകൾ പ്രചരിപ്പിക്കാനുമായിട്ടുള്ള അവകാശമുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ അപരന്റെ മതവിശ്വാസങ്ങളിലേക്ക് കടന്നു കയറി അതിനെ അധിക്ഷേപിക്കാനായിട്ടുള്ള അവകാശം ആർക്കും കൊടുക്കുന്നില്ല. ഈ ജോസഫ് മാഷിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു മതനിന്ദയൊന്നും നടന്നിരുന്നില്ല. നമുക്കറിയാം, ഉണ്ടായിരുന്ന ഒരു കഥ എടുത്ത് ഇവിടെ പേസ്റ്റ് അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത്. അവിടെ ഒരു മതനിന്ദയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് മതനിന്ദ ആക്കി തീർക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു. പിന്നീട് അത് വരച്ച വരയിലൂടെ തന്നെ കാര്യങ്ങൾ പോയി അവസാനം ഈ വലിയ തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുകയാണ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതര മതങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില വിവേകങ്ങളുണ്ട്. മതനിന്ദയെ കുറിച്ച് തന്നെ പറയുമ്പോഴും ഇതര മതങ്ങളോടും ഇതര ദൈവസങ്കല്പങ്ങളോടും നമ്മൾ കാണിക്കേണ്ട ചില ആദരവുകളുണ്ട്. നമുക്കൊരു പക്ഷെ അത്തരം ആദരവുകൾ മനസ്സിൽ നമുക്കില്ല എങ്കിൽ പോലും ഒരു പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ആദരിക്കേണ്ടതായ ചില ആദരവുകളുണ്ട്. അത്തരം ആദരവുകൾ തീർച്ചയായിട്ടും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ മതവിശ്വാസത്തിന്റെ കാര്യം ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനും അത് വിശ്വസിക്കാനും നമുക്ക് അവകാശമുണ്ട്. പക്ഷേ ഇതര മതത്തെ അപമാനിക്കാനുള്ള അവകാശവും നമുക്ക് ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചില സമൂഹത്തിൽപ്പെട്ട ആളുകളെ എങ്ങനെയും അധിക്ഷേപിക്കാം, ചില ആളുകൾക്ക് മാത്രം തൊടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. ഇപ്പൊ എത്രയോ ക്രൈസ്തവ വിരുദ്ധ പ്രമേയങ്ങളുള്ള സിനിമകൾ ഉണ്ടായി. ആരെങ്കിലും തിയേറ്റർ കത്തിക്കാൻ വേണ്ടി പോയോ?
എത്രയോ അതുപോലെ കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവമാണ് പുൽക്കൂട്ട്. നമുക്കറിയാം ക്രിസ്മസിന്റെ സമയത്ത് ആ, പുൽക്കൂട്ടി വെച്ച രൂപങ്ങളെടുത്ത് തോട്ടിലെറിഞ്ഞ പല സംഭവങ്ങളും തൊട്ടിലെറിഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അന്നൊക്കെ തീർച്ചയായിട്ടും. അവര് അതുപോലെ തന്നെ എത്രയോ മാനസിക രോഗി ഹൈന്ദവ എന്നായിരുന്നു. ദർശനങ്ങളെ അധിക്ഷേപിക്കുന്നത്, അതെ അതെ അതെ, ഹൈന്ദവ ദർശനങ്ങളെ എത്രയോ അധിക്ഷേപ ശബരിമലയുടെ ആചാരങ്ങളിലേക്ക് പോലും കടന്നു കയറി അവിടെ ആചാരങ്ങളെ വെല്ലുവിളിക്കാൻ ശ്രമങ്ങളുണ്ടായി. അത് തീർച്ചയായിട്ടും. ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിവാഹങ്ങൾക്ക് മാത്രം ഇതൊന്നും പാടില്ല, ചിലരുടെ മേത്ത് ആർക്കും വേണമെങ്കിലും കയറാന്ന് പറയുന്ന ചില അവസ്ഥകൾ ഉണ്ടാകുന്നത് ഒട്ടും ആരോഗ്യകരമല്ല. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു മനോരോഗമായിട്ട് തന്നെ നമ്മൾ അതിനെ കണക്കാക്കുകയും കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. മതനിന്ദ എന്ന് പറയുന്നതിനെ അതിൻ്റെതായ യഥാർത്ഥ അർത്ഥത്തിൽ കാണുക. പക്ഷെ മതത്തെ നിന്ദിക്കുന്ന അതൊരു വലിയ ഗൗരവമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് തുല്യതയും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് മതത്തെയും അതിന്റെ ഒരു വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ചിലർക്ക് മാത്രമാവാം, ചില മേഖലയിലേക്ക് വരുമ്പോൾ മാത്രം അപകടമായി മാറുന്നത് ഒട്ടും നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. എന്റെ വിശ്വാസം തന്നെ മറ്റുള്ളവർക്ക് മതി, അല്ലാതെ ലോകത്ത് മറ്റൊന്നും വേണ്ട എന്ന് ശാഠ്യം പിടിക്കുന്നിടത്താണ് ശരിക്കും ഇത്തരം പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇസ്ലാമിക തീവ്രവാദത്തെ പിടിച്ചു കെട്ടാൻ ലോകത്തിനാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ജോയ്സ് മാത്യു. അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.